എന്നെ ഇവിടുന്ന് ലാലേട്ടൻ പുറത്താക്കിയാലും കുഴപ്പമില്ല. എന്നെ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് വിളിച്ച ഞാൻ നിന്നെ അമ്മുമ്മയ്ക്ക് വിളിക്കും. അപ്പം വൻ ഫയറിലാണ് അനുമോൾ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി സാധനം ബാക്ക് സ്റ്റാബ് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ ലാലേട്ടനെ പോലും റെസ്പെക്ട് ചെയ്യാത്ത രീതിയിൽ ലാലേട്ടനെ പിടിച്ച് പുറത്താക്കിയാലും വേണ്ടില്ല, എന്നെ എങ്ങനെ വിളിച്ചാൽ ഞാൻ തിരിച്ചു വിളിക്കും. ആ ഒരു സാധനമാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോ നെവിന്റെ സ്വഭാവം അറിയാലോ. നെവിൻ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ നിന്റെ അമ്മ പോയി വിളിക്കും. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ലക്ഷ്മിക്ക് പിന്നെ തുമ്പയിൽ റോക്കറ്റ് കുത്തിയത് ശരിയായില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന കൂട്ടത്തിലാണ്. ഇന്നലെയൊക്കെ ഷാനവാസ് വാദിലെയും അല്ലെങ്കിൽ മറ്റേ ഗെയിം തോറ്റില്ലേ ആര്, നമ്മുടെ ആര്യൻ. അപ്പൊ ആര്യനും ആദിലെയും വഴക്കുണ്ടാക്കുമ്പോൾ വെറുതെ അതിനൊരു പഴഞ്ചൊല്ലുണ്ടാകും, ഇപ്പൊ അവിടെ പറയുന്നില്ല. വെറുതെ കിടന്നിട്ട് യു ആർ എ ലൂസർ വെറുതെ ഒരു സ്ക്രീൻ സ്പേസ് തട്ടിയെടുത്തോണ്ടിരിക്കുക. സീസൺ 5 ഉണ്ടായിരുന്നു ഇങ്ങനത്തെ കുറച്ച് മനോഹരമായ ആചാരങ്ങൾ 2-3 ആൾക്കാരൊക്കെ പോണതിനിങ്ങനെ എറിഞ്ഞ് വാങ്ങിച്ചെടുക്കുന്ന ക്യാരക്ടർ. ഓക്കെ, അപ്പം സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് പറയുന്ന സംഭവം അത് മോശപ്പെട്ട വാക്കൊന്നുമല്ല. കുലസ്ത്രീ ആണെന്ന് പറയുന്നവരുണ്ട്, കുലസ്ത്രീ ആണെന്നുള്ള വേഷം അങ്ങനത്തെ ഒരു പേര് കിട്ടാൻ വേണ്ടി പറയുന്ന കുറെ ആളുകളൊക്കെ ഉണ്ട്. അപ്പം അനു അത് ഈ പറഞ്ഞ പോലെ അനുവിനത് സംസാരിക്കാൻ ഇഷ്ടമല്ലായിരിക്കും. അപ്പം അവിടെ അക്ബറൊക്കെ പറയുന്നുണ്ട് കുലസ്ത്രീ ഒരു മോശപ്പെട്ട വാക്കല്ല, ചെയ്യുന്ന തെറ്റാണ്. ലാലേട്ടൻ പോലും എന്നുള്ള സംഭവത്തിനെ കാരണം ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ആഴ്ച വരുമ്പോ അനുവിനുള്ളത് അനു തന്നെ എറിഞ്ഞു വീഴ്ത്തിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ലാലേട്ടൻ പിടിച്ച് പുറത്താക്കിയാലും കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് അതൊരു ദേഷ്യം കൊണ്ട് പറയുന്നതാണ്. ഞാൻ വെള്ള പൂശാനോ ഞാൻ PR ഒന്നും അല്ല കേട്ടോ. അത് ദേഷ്യം കൊണ്ട് വരുന്നതാണ് അവിടെ സംഭവങ്ങൾ. ഇപ്പൊ ദേഷ്യം വരുമ്പോൾ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ സംഭവവുമല്ല. അപ്പോ അത് ലാലേട്ടൻ വന്നിട്ട് എന്തായാലും ചോദിക്കും. അതെന്തായാലും ഇനി നോമിനേഷനോ ജയിൽ നോമിനേഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത്രയും റെസ്പെക്റ്റഡ് ആയിട്ടുള്ള അദ്ദേഹത്തിന് ഒരു വിലയില്ലാത്ത രീതിയിൽ സംസാരിച്ചതിൽ ദേഷ്യം വന്നെന്ന് വെച്ചിട്ട് എന്തുമായി തോന്നി പറയാനും പറ്റത്തില്ല. ഓക്കെ, കഴിഞ്ഞ സീസണും വരെ ലാലേട്ടൻ വന്ന് സംസാരിക്കുമ്പോൾ റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് എല്ലാ കണ്ടസ്റ്റൻസും സംസാരിച്ചത്. പക്ഷെ ഈ ഒരു സീസണിൽ അങ്ങനെയൊന്നും ഇല്ല. ലാലേട്ടന്റെ മുന്നിൽ കിടന്നിട്ടാണെങ്കിലും കടിച്ചു കീറുന്നുണ്ട്. അപ്പൊ അനുവിന്റെ വായന ഇങ്ങനെ ഒരു സാധനം വീണിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് വിളിച്ചാൽ എന്റെ അമ്മൂമ്മയ്ക്ക് വിളിക്കും, അതേപോലെ അമ്മൂമ്മയ്ക്ക് വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീട്ടിലുള്ള ആൾക്കാരെ എടുത്തിട്ടിട്ട് ഒരു സംസാരം വേണ്ട എന്നുള്ള വാർണിംഗ് ഓൾറെഡി കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഷാനവാസിനോട് ലാലേട്ടൻ പറഞ്ഞിരുന്നു ഈ അച്ഛനെ വിളിക്കലും അമ്മയ്ക്ക് വിളിക്കലൊക്കെ മാറ്റിയിട്ട് വേറെ റിലേഷൻ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാൻ. അപ്പൊ അത് അനു അത് ഉരിയാതെ അത് സാധനം ഏറ്റെടുത്തിട്ട് ഇപ്പോ നെവിനെ വിളിച്ചിട്ടുണ്ട്. നെവിനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കലിപ്പിൽ പറഞ്ഞാണ്, പക്ഷെ സാധനം കയ്യിൽ നിന്ന് പോയി. ഈ ലാലേട്ടൻ പിടിച്ച് പുറത്താക്കിയാലും കുഴപ്പമില്ല. അപ്പോ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെയും അത്രയും വളരെയധികം ആളുകൾ ആഗ്രഹിക്കുന്ന ആ സ്ഥലത്ത് തന്നെ ഒരു വാല്യൂ ഇല്ലാത്ത രീതിയിലൊക്കെ സംസാരിച്ച് അങ്ങനെയൊക്കെ ആയിപ്പോയി കാര്യങ്ങള്. അപ്പോ കുലസ്ത്രീ ഈക്വൽ ടു അമ്മുമ്മ. കൊള്ളാം.